നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന തൃശ്ശൂരിലെ മിക്ക റോഡുകളിലൂടെയുമുള്ള യാത്ര അത്യന്തം ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല പൊങ്ങണങ്കാട് താണിക്കുടം റോഡിലൂടെയുള്ള യാത്രയും. പൊങ്ങണങ്കാട് സെന്റർ മുതൽ താണിക്കുടം വരെയുള്ള 2.5 കിലോമീറ്റർ ദൂരത്താണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. കാനയോടുകൂടി വീതി കൂട്ടിയുള്ള റോഡ് പുനർനിർമ്മാണത്തിനായി പഴയ റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കി കുറച്ചു ദൂരം മെറ്റൽ നിരത്തി ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് ദുരിതയാത്രയ്ക്ക് നേരിയ ആശ്വാസം നൽകുന്നു. എന്നാൽ താണിക്കുടം സെന്റർ ഉൾപ്പെടെയുള്ള ബാക്കി ഭാഗമാകട്ടെ മഴയിൽ ചെളിക്കുണ്ടായി മാറി. ശക്തമായ മഴയിൽ വെള്ളക്കെട്ടായി തീർന്ന ഈ വഴിയിലൂടെയുള്ള കാൽനടയാത്ര പോലും ഏറെ സാഹസികവും അപകടകരവും ദുഷ്കരവുമാണ്. ഇരുചക്രവാഹനങ്ങൾ ചെളിയിൽ തെന്നി വീഴുന്നതും ആഴമറിയാതെ വെള്ളക്കുഴിയിൽ വന്നു പെടുന്നതും വീഴുന്നതും പതിവായി. ഒന്നാമത് ഈ വഴിക്ക് ആൾക്കാർ വരവ് അറിഞ്ഞറിഞ്ഞ ആൾക്കാർ ഈ റൂട്ടിൽ വരവ് തന്നെ വന്ന് നിർത്തി തുടങ്ങി. വെള്ളം മുങ്ങി കെട്ടിമറിഞ്ഞ് വീണ് പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കെട്ടിമറിഞ്ഞ് വീഴുന്നുണ്ട്. നമ്മൾ കയറ്റി വിടും, വണ്ടിയും താഴുണ്ട്, അതും കയറ്റി വിടും. ആകെ ഇവിടുന്ന് പകുതി അവിടുന്ന് കുറേ പണിയും ഇവിടുന്ന് കുറേ പണിത്. അത് കാരണമാണ് ഇവിടെ സെൻറ്റർ ഒന്ന് പണി തീർന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിവായി അങ്ങോട്ട് പോകും. ഇവിടെ പണിത് വരുന്നുണ്ട്, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവരും ഡേ നൈറ്റും ഒക്കെ പണിയുണ്ട്, പക്ഷെ പണി ഇങ്ങോട്ട് എത്താത്ത കാരണമാണ്. എന്തായാലും നല്ല കഷ്ടപ്പാടും നല്ല ദുരിതമാണ്. ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ വരെ ഇവിടം കടക്കാൻ നന്നേ പാടുപെടുകയാണ്. ഓട്ടോറിക്ഷകൾക്ക് ഓട്ടമില്ലാതെയായി. ഇനി കിട്ടിയാൽ തന്നെ പോകാൻ പറ്റാത്ത സ്ഥിതിയും. പഞ്ചായത്തിൻ്റെ അവിടേക്ക് പോണ വഴിയാണെങ്കിലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കള്ളായി റോഡ് മാത്രമാണ് എല്ലാവർക്കും ആശ്രയം. തേറമ്പം മണ്ണത്തി ഭാഗത്തേക്ക് പോകാൻ. ഇനിയിപ്പോൾ പൊങ്ങണങ്കാട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കള്ളായി വഴി ചെന്നിട്ട് വളഞ്ഞു തിരിഞ്ഞ് പോകണം. ഇവിടുത്തെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വഴി വളരെ മോശമായൊരു സാഹചര്യത്തിലാണുള്ളത്. ലോക്കൽ ഒരു 30 രൂപയുടെ ഓട്ടം പോയാൽ തന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും അതിൻ്റെ പ്രതിസന്ധികളും നേരിടുകയാണ്. ഇപ്പോൾ കാലത്തോട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ചില നേരത്തെ ഒന്നും ഉണ്ടാവില്ല. കിട്ടണ കാശ് ഡീസൽ അടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. വണ്ടി മെയിൻ്റനൻസ് നല്ലോണം വന്നിട്ടുണ്ട്, ഫ്രണ്ടൊക്കെ പോയി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വഴി ഈ സ്ഥിതിയിൽ നമ്മൾ അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല, ഉപകാരത്തിൽപ്പെടില്ല. അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടണില്ല, കിട്ടണത് ചിലവായി പോവുകയാണ്. ആ ഒരു പ്രതിസന്ധിയിലാണ് എല്ലാവരും. യാത്രാ ദുരിതത്തിനൊപ്പം മഴയും റോഡ് പണിയും പ്രദേശത്തെ വ്യാപാരവും തകിടം മറിച്ചു. ഭയങ്കര അവസ്ഥ. ഇപ്പോൾ മഴയാണ് വില്ലായിട്ട് നിൽക്കുന്നത്, വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല. അതാണ് പ്രശ്നം. കുറച്ച് ദിവസമായി ഒരാഴ്ചയോളമായിട്ട് ഇത് തന്നെ അവസ്ഥ. കച്ചവടം ഇല്ല, ഒരു മനുഷ്യനില്ല. വെറുതെ തുറന്നിരിക്കുക, ചായ കുടിക്കുക, വൈകുന്നേരം പടച്ചു പോവുക. ആരും വണ്ടി നിർത്തില്ല, ഇറങ്ങൂല്ല, കാല് നിലത്ത് കൂത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആൾക്കാർ അങ്ങോട്ട് വിട്ടുപോകും. തീരാ ദുരിതം സമ്മാനിക്കുന്ന വെള്ളക്കെട്ടിൽ നിന്ന് മറുകരയെത്താൻ റോഡിൽ വള്ളമിറക്കേണ്ട അവസ്ഥയിലാണ് ആളുകൾ. അപ്പോഴും രാപ്പകൽ വ്യത്യാസമില്ലാതെ തോരാമഴയിലും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ദിവസങ്ങൾ മുന്നേ വരെ വെയിലും പൊടിയുമായിരുന്നു ഈ റോഡിൻ്റെ ദുരിതമെങ്കിൽ ഇപ്പോൾ വെള്ളക്കെട്ടും മഴയുമാണ്. എന്ന് തീരും ഈ ദുരിതം എന്ന് കാത്തിരിക്കുകയാണ് യാത്രക്കാരും വ്യാപാരികളും നാട്ടുകാരും. താണിക്കുടം റോഡിൽ നിന്നും ക്യാമറാമാൻ സിബി പോട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.